അതായത് ഈ കഴിഞ്ഞ മൺസൂണിൻ്റെ കഠിനമായ കാലാവസ്ഥയിൽ കടലിൻ്റെ അടിത്തട്ടിൽ അമർന്ന് 60 മീറ്ററിലേറെ താഴ്ചയിലേക്ക് പോയ ഈ കപ്പലിൽ നിന്നാണ് ഇത് നീക്കം ചെയ്തത്. ഇത് വളരെ നിസ്സാരമായി നീക്കം ചെയ്ത് മാറ്റാം എന്ന് പറയുന്നത് പോലെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അവർക്ക് ഈ വാർത്ത ലഭിച്ചിരിക്കുന്നതും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ കപ്പൽ മുങ്ങിയതുപോലെ തന്നെ ഈ കപ്പലിൽ നിന്ന് എണ്ണ നീക്കം ചെയ്യുന്നതിൻ്റെ വിഷ്വലുകൾ മാധ്യമങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പോൾ ഈ വാർത്ത യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്ന് വന്നു? ഈ എണ്ണ നീക്കം ചെയ്തു? ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വെളിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത് മറ്റൊന്ന് കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ്, കോസ്റ്റൽ പോലീസ് ഇവരൊക്കെ ഇതിനകത്ത് ഈ ഭാഗഭാക്കാകേണ്ടവരാണ്. ഈ ഒരു വലിയ രക്ഷാദൗത്യം നമ്മുടെ തീരക്കടലിൽ നടക്കുമ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് ഭാഗഭാക്കാകേണ്ടവരാണ്. പക്ഷേ ഇവരാരും ഇത് അറിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു സാൽവേജ് ഓപ്പറേഷൻ നടന്നത് ആരും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ ആലപ്പുഴ പോലെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരമേഖലയിൽ നിന്ന് ഈ ഫിഷ് ബാങ്ക് ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് യാനങ്ങൾ മത്സ്യബന്ധനം നടത്തുന്ന ഒരു മേഖലയാണ്. എന്നാൽ അതിൻ്റെ എത്രയോ ചുറ്റളവിൽ ഈ ഒരു രക്ഷാദൗത്യം നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നു, അങ്ങോട്ട് ചെല്ലരുത്, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തേക്ക് പോകരുത്, അങ്ങനത്തെ യാതൊരു നിർദ്ദേശങ്ങളും ഈ സമയങ്ങളിലോ ഈ കാലയളവിലോ കിട്ടിയതായിട്ട് ഒരറിവുമില്ല. അപ്പോൾ അവരാരുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുമില്ല. ഈ മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ ഈ ഫിഷിംഗ് ബോട്ടുകളോ ട്രോളിംഗ് ബോട്ടുകളോ ഒന്നും ഇങ്ങനൊരു കാഴ്ചയോ ഇങ്ങനൊരു വലിയൊരു രക്ഷാദൗത്യം നടന്നതായിട്ടോ ഒരറിവുമില്ല.